ചൈനയുടെ ഹിമാലയൻ വികസനം ഇപ്പോൾ നേപ്പാളിന് ദുരന്ത ഭീഷണിയായി മാറുകയാണോ? രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. മിന്നൽ പ്രളയത്തിന് പിന്നാലെ തന്നെ ബീജിംഗിനെതിരെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഹിമാലയൻ മേഖലയിൽ ചൈന നടത്തുന്ന വൻകിട അടിസ്ഥാന സൗകര്യ വികസനവും അതിന്റെ പരിസ്ഥിതി പ്രഖ്യാപനങ്ങളിലും വീണ്ടും ചർച്ചകൾ സജീവമാകുന്നു. ടിബറ്റ് അതിർത്തിയോട് ചേർന്നുകൊണ്ട് നേപ്പാളിലെ രസ്വ ജില്ലയിൽ ഓഗസ്റ്റ് 26-നുണ്ടായ വിനാശകരമായ മിന്നൽ പ്രളയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയ്ക്കെതിരെ വിമർശനം ശക്തമായിരിക്കുന്നത്. ദുരന്തത്തിന് മുന്നോടിയായി തന്നെ ആവശ്യമായ വിവരങ്ങളും മുന്നറിയിപ്പുകളും നേപ്പാളിന് ലഭിച്ചില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ടിബറ്റിൽ അതിർത്തിയിൽ നിന്നുള്ള അതിശക്തമായ ജലപ്രവാഹമാണ് ഭോട്ടെ കോശി നദിയിൽ തന്നെ പെട്ടെന്നുള്ള പ്രളയത്തിന് കാരണമായതെന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മഞ്ഞുപാറകളും പാറക്കെട്ടുകളും ഇടിഞ്ഞു വീണതിനെ തുടർന്നുണ്ടായ പ്രകൃതി ദുരന്തമാണ് ഇതിന് പിന്നിൽ എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റോഡുകളും പാലങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളടക്കം തകർന്നതോടെ ഇപ്പോൾ അതിർത്തി മേഖലയിലെ ജനജീവിതം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ദുരന്തത്തിന് പിന്നാലെയാണ് ടിബറ്റിൽ നിന്നുള്ള കാലാവസ്ഥ, ജലനിരപ്പ്, മഞ്ഞുപാളി സംബന്ധമായ വിവരങ്ങൾ കൃത്യസമയത്ത് പങ്കുവയ്ക്കുന്നതിൽ ചൈന പരാജയപ്പെട്ടോ എന്ന ചോദ്യം പോലും ഉയരാനുള്ള സാധ്യതയുണ്ടായിരിക്കുന്നത്. നേപ്പാളിലെ മാധ്യമ പ്രവർത്തകരും ചില വിദഗ്ധരും ചൈനയ്ക്ക് അത്യാധുനിക ഉപഗ്രഹ സംവിധാനങ്ങളും വിപുലമായ വിവരശേഖരണ സംവിധാനങ്ങളും ഉള്ളതിനാൽ തന്നെ ഇത്തരം അപകട സാധ്യതകൾ നേരത്തെ തന്നെ തിരിച്ചറിയുവാനും മുന്നറിയിപ്പ് നൽകുവാൻ കഴിയുമായിരുന്നു എന്ന വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. 2015 നേപ്പാൾ ഭൂകമ്പത്തിന് ശേഷമുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ഡോക്ടർ ഗോവിന്ദ് രാജ് ആകട്ടെ ചൈനയുമായി കൂടുതൽ ശക്തമായ ദുരന്ത നിവാരണ കൈമാറ്റ സംവിധാനം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗ്ലോഷ്യൻ തടാകങ്ങൾ പൊട്ടിയൊഴുകുന്ന ദുരന്തങ്ങൾ, മിന്നൽ പ്രളയം, ഭൂകമ്പം തുടങ്ങിയ അപകടങ്ങളിൽ അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള തത്സമയ വിവരങ്ങൾ നിർണായകമായി തന്നെ ഇവിടെ എടുത്തു പറയാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു വശം കൂടി ഇതിൽ കാണേണ്ടതുണ്ട്. ഓഗസ്റ്റ് 26 സംഭവം വളരെ പെട്ടെന്നുണ്ടായ മഞ്ഞുമല ഇടിച്ചിലോ പ്രകൃതി ദുരന്തമോ ആയിരുന്നില്ലെങ്കിൽ പോലും ചൈനീസ് അധികൃതർക്ക് പോലും മുന്നറിയിപ്പ് നൽകാൻ മതിയായ സമയം ലഭിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് ഇന്ത്യയിലെ മുൻ നേപ്പാൾ സ്ഥാനാപതിയായ ദീപ് കുമാർ ഉപാധ്യായ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേപ്പാൾ സർക്കാർ ഔദ്യോഗികമായി ചൈനയ്ക്കെതിരായ ദുരന്തത്തിന് ഉത്തരവാദിത്തം ആരോപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും പ്രശ്നം ഇവിടെ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. 2025 ജൂലൈയിൽ സമാധാനമായ ഗ്ലോഷ്യൻ തടാക പ്രളയത്തിന് പിന്നാലെ തന്നെ ചൈനയും നേപ്പാളും അടിയന്തര വിവരങ്ങൾ കൈമാറുവാനും മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിക്കുവാനും തത്വത്തിൽ ധാരണയിലെത്തിയിരുന്നു. മാത്രമല്ല, എന്നാൽ ഈ സംവിധാനം ഇപ്പോഴും പൂർണ്ണമായും തന്നെ ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രളയം ഒരു പ്രകൃതി ദുരന്തം മാത്രമാണോ, അതോ അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള ആശയവിനിമയത്തിന്റെ ആ ഒരു വീഴ്ച കൂടി ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചോ എന്നതും ഇവിടെ പ്രധാനമാണ്. ഇവിടെ ടിബറ്റിൽ ചൈന നടത്തുന്ന വൻകിട അടിസ്ഥാന സൗകര്യ വികസനവും പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. റോഡുകൾ, തുരങ്കങ്ങൾ, റെയിൽവേ പാതകൾ, പാളങ്ങൾ തുടങ്ങിയ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹിമാലയൻ മേഖലയിൽ ഉടനീളം തന്നെ ഇത് നടക്കുന്നുണ്ട്. ചൈനയുടെ വാദം ഇവിടെ വ്യക്തമാണ്. വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുവാനും സാമ്പത്തിക വികസനം വേഗത്തിലാക്കുവാനുമാണ് ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളുടെ ആശങ്ക മറ്റൊന്നാണ്. ഇത്തരം നിർമ്മാണങ്ങൾ അതിർത്തി മേഖലകളിലേക്ക് ചൈനീസ് സാന്നിധ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സൈന്യത്തിന്റെയും ഉപകരണങ്ങളുടെയും നീക്കം വേഗത്തിലാക്കാനുള്ള തന്ത്രപരമായ നേട്ടം ഇവിടെ നൽകുന്നുണ്ട്. അതേസമയം വൻകിട നിർമ്മാണവും ഖനനവും അവിടെ ഹിമാലയത്തിന്റെ ദുർബലമായ പരിസ്ഥിതിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ എന്നതും ഒരു ചോദ്യമാണ്. ഇതോടൊപ്പം തന്നെ ചൈനയുടെ ജലനയവും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമായി തന്നെ മാറുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന ചോദ്യം ഇപ്പോൾ പ്രത്യേകമായി തന്നെ എടുത്തു പറയേണ്ടത്, നേപ്പാളിൽ ഇത്തരം ഒരു പ്രളയ സമാനമായ അല്ലെങ്കിൽ പ്രളയം വലിയൊരു ദുരന്തം ചൈനയ്ക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന ഒരു കണ്ടെത്തൽ കൂടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.